അതെ, ഇന്ന് ഞാൻ സ്കൂള് വിട്ട് വന്നപ്പണ്ട് വിനുവേട്ടൻ ഒരുപാട് മത്തിയായിട്ട് വന്നിരിക്കണേ. അല്ലെങ്കിലേ ഞാനിന്ന് ലേറ്റായിട്ടാണ് വന്നത്. 7 മണിക്ക് ആയിട്ടുണ്ടാവേ. അത് കഴിഞ്ഞ് നോക്കിയപ്പോൾ ഉണ്ട് ഒക്കെ കുഞ്ഞൻ കുഞ്ഞൻ മത്തികൾ. ഇത്തിരി ഇത്തിരിയേ ഉള്ളൂ. അതും എനിക്ക് തോന്നുന്നു 1 കിലോ ഒന്നല്ല, ഒരുപാടുണ്ട്. സത്യം പറഞ്ഞാൽ കുഞ്ഞൻ മത്തിയൊക്കെ എനിക്ക് നല്ല ഇഷ്ടമാണ് കഴിക്കാൻ. വലിയ മത്തിനേക്കാളും ഇഷ്ടമാണ്. പക്ഷേ ഇത് നന്നാക്കേണ്ട ആ കാര്യം ആലോചിക്കുമ്പോൾ അതെനിക്ക് ഒട്ടും ഇഷ്ടമല്ല. അങ്ങനെ ഞങ്ങൾ രണ്ടാളും ഇരുന്ന് കുഞ്ഞമ്മത്തി നന്നാക്കി. നന്നാക്കി സമയം ഒരുപാടായി. എനിക്ക് തോന്നുന്നു ഒരു 8 മണിയൊന്നും ആയിട്ടുണ്ടാവില്ല. അതിലും കൂടുതൽ ടൈമായി. അങ്ങനെ പിന്നെ ഞാൻ എൻ്റെ രീതിയിൽ ഞാനെപ്പോഴും കറി വയ്ക്കുക, ഞാൻ അധികം എനിക്ക് ടേസ്റ്റ് തോന്നുന്ന ഒരു രീതിയിലാവും ഞാൻ വെക്കുക കേട്ടോ. പിന്നെ നമ്മൾ ഈ മലപ്പുറം സൈഡിൽ പിന്നെ മറ്റേ പുളി വാളംപുളിയാണ് നമ്മൾ മത്സ്യക്കറിക്ക് യൂസ് ചെയ്യുക. കുടംപുളിയൊന്നും അങ്ങനെ യൂസ് ചെയ്യാറില്ല. അപ്പോൾ നമ്മൾ പക്ഷേ ഞാൻ ചില സ്റ്റൈല് കോട്ടയം സ്റ്റൈലും പിടിക്കും. അതായത് ഉലുവ പൊട്ടിക്കലും കടുക് പൊട്ടിക്കലൊന്നും ഈ സൈഡിലോട്ട് അങ്ങനെയില്ല. പക്ഷേ അതൊക്കെ എനിക്ക് തോന്നും അത് ടേസ്റ്റാണെന്ന്. അപ്പം നമ്മൾ എന്ത് ചെയ്യും, അതൊക്കെ അങ്ങനത്തെ അവിടുന്ന് വേണ്ടതൊക്കെ ഇങ്ങോട്ട് എടുക്കും. അങ്ങനെ ഞാൻ ചെയ്യാറ്. അങ്ങനെ കടുകും ഉലുവയും എല്ലാം പൊട്ടിച്ച് കഴിഞ്ഞ് എന്താ പറയുക, വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റൊക്കെ ഇട്ട് പിന്നെ നമുക്ക് കാണാനും കുറച്ച് ഭംഗി വേണമല്ലോ. അപ്പോൾ നമ്മൾ കാശ്മീരി, എനിക്കിഷ്ടമാണത് കാണാൻ, നല്ല ഭംഗി കാണുന്നത്, നല്ല കളർ കാണുമ്പോൾ നല്ല ടേസ്റ്റ് തോന്നും. അങ്ങനെ മത്സ്യക്കറി ഉണ്ടാക്കി. അത് കഴിഞ്ഞ് വറക്കും വേണമല്ലോ, ഫ്രൈ ചെയ്യും വേണം. കാരണം മക്കൾക്ക് ഫ്രൈ എനിക്ക് തോന്നുന്നു ഒരുവിധം കുട്ടികൾക്ക് എല്ലാവർക്കും ഫ്രൈ ആയിരിക്കും ഇഷ്ടം. അങ്ങനെ കുറച്ചെടുത്ത് ഫ്രൈയും ചെയ്തു. പിന്നെ എന്താ പറയുക, ചിലപ്പോൾ നിങ്ങൾ കരുതുന്നുണ്ടാവും എന്താപ്പോൾ ഈ മത്സ്യക്കറി വറക്കണതൊക്കെ എന്താ ഇങ്ങനെ എടുക്കാമെന്ന്. ഒന്നുമില്ല, ഞാൻ ഉണ്ടാക്കണതല്ല എനിക്ക് സ്പെഷ്യലാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഉണ്ടാക്കും. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ വീഡിയോ എടുക്കും. പിന്നെ ഞാൻ തന്നെയാണ് വീഡിയോ എടുക്കണത്. പിന്നെ നിങ്ങളിത് കണ്ടു പോകുമ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, അതിന് മറക്കരുത് കേട്ടോ.